നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഇന്ന് ഒട്ടനവധി വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് ധനബില്ലൊക്കെ പാസ്സാക്കാൻ നിയമസഭ തയ്യാറായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വാർത്തകളുണ്ട്. മാത്രമല്ല മഴ അലേർട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സംസ്ഥാനത്ത് എങ്ങനെയാണ് മഴയുടെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കാര്യങ്ങൾ നോക്കണം. നമുക്ക് തലക്കെട്ടിലേക്ക് ധനബില്ല് പാസ്സാക്കാൻ നിയമസഭ ഇന്ന് പാസ്സാക്കുക വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബില്ല്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള ബില്ലും പാസ്സാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. പ്രവേശന പരീക്ഷകൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സമിതി ഇന്ന്. നീറ്റ് UG പുനഃപരീക്ഷയുടെ നടത്തിപ്പും ഭരണപരമായ കാര്യങ്ങളും ചർച്ചയാകും. മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത വീണ്ടെടുക്കുക ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ R. സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ നടപടി. സുഗതനെ ജാമ്യത്തിലിറക്കാൻ ശ്രമം തുടർന്ന് BJP. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 2 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. 4 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗർത്തം രൂപപ്പെട്ട ചേർത്തലയിലെ ദേശീയപാതയിൽ ഇന്ന് പരിശോധന. ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സന്ദർശിക്കും. ഗർത്തം ഉണ്ടായതിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് നിർണായക രാഷ്ട്രീയ നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. DMK സഖ്യം വിട്ട പാർട്ടികളെ അണിനിർത്തി പുതിയ സഖ്യത്തിന് വിജയ്. VCK, കോൺഗ്രസ്, CPM, CPI, ലീഗ്, MDMK പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം. ഖത്തറിലെത്തിയ US, ഇറാൻ പ്രതിനിധികളുടെ കൂടിക്കാഴ്ച നടന്നില്ല. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾക്കായി കടുംപിടുത്തം തുടർന്ന് ഇറാൻ. ലോകകപ്പിൽ ജൈത്രയാത്ര തുടർന്ന് ഫ്രാൻസ്. എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ സ്വീഡനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ. ഐവറി കോസ്റ്റിനെ തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിലേക്ക് എത്തി. നമ്മൾ സഭയിലേക്കാണ് ആദ്യം പോകുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ധനബില്ല് ഇന്ന് നിയമസഭ പാസ്സാക്കും. ധനമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുന്ന ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെയാണ് പാസ്സാക്കുക. ബില്ല് പാസ്സായാലും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന പ്രത്യേക വിജ്ഞാപനത്തിന് ശേഷം മാത്രമേ സാധ്യമാകൂ എന്ന വ്യവസ്ഥ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള ദ കേരള ആൾട്ടർനേഷൻ ഓഫ് നെയിം ബിൽ 2026 ഇന്ന് സഭ പാസ്സാക്കും. രാഷ്ട്രപതിയുടെ റഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് സഭയിലെത്തുന്നത്. FCRA നിയമ ചട്ട ഭേദഗതികൾ പിൻവലിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവനയിലൂടെ വൈദ്യുതി മന്ത്രി സഭയെ അറിയിക്കും. ധനവിനിയോഗ ബില്ലും പാസാക്കി സഭ ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിയും. VV അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുണ്, ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നിയമസഭയിൽ ഈ സെഷനിൽ. കാരണം ഇന്ന് സഭയുടെ അവസാന ദിവസമാണ്. ഇന്നത്തോടുകൂടി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. അതിനുമപ്പുറത്തേക്ക് ഇന്ന് ധനബിൽ നിയമസഭയിൽ വരുന്നുണ്ട്. നമുക്കറിയാം, ധനബിൽ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ ബജറ്റ് സമ്മേളനങ്ങളിലും ധനബിൽ സമ്മേളനത്തിന് ഭാഗമായി അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ധനബിൽ പ്രത്യേകതയുണ്ട്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്താനുള്ള നികുതി നിർദ്ദേശം വന്നത് കഴിഞ്ഞ ബജറ്റിലാണ്. VD സതീശൻ്റെ ആദ്യ ബജറ്റിലാണ്. ആ ബജറ്റ് നിർദ്ദേശം നടപ്പാക്കണമെങ്കിൽ ധനബിൽ ആ നികുതി ഉൾപ്പെടുത്തി പാസ്സാക്കിയെടുക്കണം. വലിയ വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. സംസ്ഥാനത്ത് 250% വിദേശ മദ്യത്തിന് നികുതി ഉള്ളത്. അതിൽ നിന്ന് പകുതിയോളമാക്കി കുറച്ച് കൊണ്ടുള്ള നികുതി നിർദ്ദേശം വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏർപ്പെടുത്തിയത് അഴിമതിയാണ്, ബെക്കാഡി എന്ന ബഹുരാഷ്ട്ര കമ്പനിക്ക് വേണ്ടി നീക്കമെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. കോൺഗ്രസിനുള്ളിലും UDFിലും വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. കാരണം ഈ UDFിൻ്റെ മദ്യനയത്തിനോട് ചേർന്നതല്ല VD സതീശൻ്റെ ബജറ്റ് പ്രഖ്യാപനം. കാരണം
മദ്യവർജനം എന്ന നയത്തിലേക്ക് പൂർണ്ണമായും നിരോധിക്കണം ഭാവിയിലേക്കെങ്കിലും എന്ന നയവുമായി മുന്നോട്ട് പോകുന്ന UDF-ന് ഇത്തരത്തിൽ ഒരു മദ്യനയം വന്നാൽ അല്ലെങ്കിൽ മദ്യനയം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം നികുതി ഏർപ്പെടുത്തിയാൽ സംസ്ഥാനത്ത് മദ്യവിൽപ്പന പ്രോത്സാഹനമാകും. പുതിയൊരു സെഷൻ മദ്യപാനികളെ സൃഷ്ടിക്കുന്നതാകും ഈ മദ്യനയം എന്നുള്ള ഈ നീക്കം എന്നുള്ളതാണ് വിമർശനം ഉയർന്നു വന്നത്. ഏതായാലും അത് മറികടന്നുകൊണ്ട് ഈ ധനബില്ലിൽ അത് ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായി VM സുധീരൻ ഉന്നയിച്ചു. പക്ഷേ അതും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സതീശൻ മുന്നോട്ട് പോയത്. ധനബില്ലിലും ആ നികുതി നിർദ്ദേശം ഉൾപ്പെടുത്തുകയാണ്. പക്ഷേ ഒരു ക്ലോസ് അതിലിട്ടിട്ടുണ്ട്. ധനബിൽ പാസ്സാക്കിയാലും പ്രത്യേക വിജ്ഞാപനത്തിലൂടെ മാത്രമേ സംസ്ഥാനത്ത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് പുതിയ നികുതി നിർദ്ദേശം നടപ്പാകൂ എന്നൊരു ക്ലോസ് അതിൽ ചേർത്തിട്ടുണ്ട്. അതിന് കാരണം UDF-ൽ സമവായമാകേണ്ടതുണ്ട്, കോൺഗ്രസിൽ സമവായമാകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അത്തരമൊരു ക്ലോസ് ബില്ലിൻ്റെ ഭാഗമായി VD സതീശൻ ഉൾപ്പെടുത്തിയത്. അതുൾപ്പെടെയാകും ഇന്ന് ബില്ല് പാസ്സാക്കുക. സാധാരണഗതിയിൽ ധനബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് പോയി അവിടെ ചർച്ച ചെയ്ത് തിരികെ വന്നാണ് പാസ്സാക്കേണ്ടത്. പക്ഷേ അതിനും നിയമസഭാ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇന്ന് തന്നെ പാസ്സാക്കാറുള്ള, കാരണം വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ബജറ്റ് സമ്മേളനം ചേരാൻ കഴിഞ്ഞുള്ളൂ. പുതുക്കിയ ബജറ്റാണ്. അവിടെ ഈ ധനബിൽ അവതരിപ്പിക്കുമ്പോൾ അത് നേരിട്ട് ഇന്ന് തന്നെ സഭ പാസ്സാക്കാനുള്ള തീരുമാനവും ഉണ്ടാകും. ഏതായാലും ധനബിൽ തന്നെയാണ് ഇന്ന് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ധനബിൽ തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിച്ചിരുന്നു. പല തലങ്ങളിൽ നടപടികളുണ്ടായിരുന്നു. സംസ്ഥാന നിയമസഭ തന്നെ ഒരു പ്രമേയത്തിലൂടെ ഏകകണ്ഠമായി സംസ്ഥാനത്തിൻ്റെ പേര് കേരളയല്ല കേരളം എന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൻ്റെ നടപടികൾ പലപ്പോഴും പല തലങ്ങളിൽ മുന്നോട്ട് പോകാതെ കിടന്നു. അതിനാണ് ഒരു പരിഹാരമുണ്ടാകുന്നത്. കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ ആവശ്യം നേരത്തെ അംഗീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ റഫറൻസ് ഇന്ന് സഭയിൽ വരുന്നുണ്ട്. കേരള എന്ന പേര് കേരളം എന്ന അമെൻഡ് ചെയ്യുന്ന ബില്ല് ഇന്ന് സഭ പാസ്സാക്കും. നിയമസഭ ഏകകണ്ഠമായി ഇത് പാസ്സാക്കാൻ തന്നെയാണ് സാധ്യത. സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന ഇന്നു മുതൽ അറിയപ്പെടും. എല്ലാ ഔദ്യോഗിക രേഖകളിലും അതങ്ങനെ മാറ്റിയ നടപടികളിലേക്ക് സർക്കാരിന് കടക്കാനാകും. നിയമസഭയുടെ അഭിപ്രായം, അതായത് കേരളം എന്നാക്കുന്നതിൽ നിയമസഭയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് രാഷ്ട്രപതി ഈ ബില്ല് റെഫർ ചെയ്തത്. ആ റെഫറൻസിൻ്റെ ഭാഗമായുള്ള ബില്ലാണ് ഇന്ന് സഭ പാസ്സാക്കുന്നത്. കേരള അമെൻമെൻറ്റ് നെയിം അമെൻമെൻറ്റ് ബിൽ എന്ന പേരിൽ അത് ഇന്ന് പാസ്സാക്കും. അതോടുകൂടി കേരളം എന്ന നമ്മുടെ മലയാള നാട് അറിയപ്പെടുന്ന ഔദ്യോഗിക രേഖകളിൽ കൂടി കേരളം എന്ന് തന്നെ ഇത്രനാൾ കേരളം എന്ന് പറയുമ്പോഴും ഔദ്യോഗിക രേഖകൾ അങ്ങനെയല്ല. ഇന്ന് മുതൽ കേരളം എന്ന നമ്മുടെ നാട് ഔദ്യോഗിക രേഖകളിലും ഇടം പിടിക്കും. അതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണവും ഇന്ന് സഭ പാസ്സാക്കും. ഏകകണ്ഠമായി കേരള നിയമസഭ ഒരു ബില്ല് പാസ്സാക്കുന്നത് ഒരു അപൂർവതയാണ്. പ്രത്യേകിച്ച് BJP കൂടി ഉള്ളപ്പോൾ, BJPയുടെ മൂന്നാംഗങ്ങൾ കൂടി ഉള്ളപ്പോൾ അത്തരത്തിൽ ഏകകണ്ഠമായ കാര്യങ്ങൾ LDF UDF യോജിച്ചാൽ പോലും ഏകകണ്ഠം എന്നൊരു അപൂർവത ഇന്ന് സഭയിലുണ്ടാകും. BJPക്ക് ഇത് വലിയ താല്പര്യമുള്ള കാര്യമാണ്. BJP ആണ് അതിൻ്റെ അവകാശം ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അനുമതിയാണ്, രാഷ്ട്രപതി റഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ BJPക്കും ഇതിൽ അഭിമാനപൂർവ്വം പറയാൻ കഴിയും. അങ്ങനെ കേരള നിയമസഭ കേരളം എന്ന പേര് നിയമസഭയിൽ നമ്മൾ കേരള നിയമസഭ പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പോകും. ഏതായാലും അങ്ങനെ ബിൽ ഇന്ന് പാസ്സാക്കും. FCRA നിയമ ചട്ടഭേദഗതിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം രാജ്യത്തുണ്ട്. ക്രൈസ്തവ സമൂഹം വലിയ ആശങ്കയിലാണ്. അവരുടെ ആശങ്ക അകറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ നിയമ ഭേദഗതികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭ ഇന്നൊരു പ്രമേയം പാസ്സാക്കും. മുഖ്യമന്ത്രി VD സതീശനാണ് ആ പ്രമേയം ഔദ്യോഗിക പ്രമേയമായി ഗവൺമെൻറ് പ്രമേയമായി കൊണ്ടുവരിക. സ്വാഭാവികമായും അത് ഏകകണ്ഠമായി പാസ്സായില്ല. ഇടത് വലത് മുന്നണികൾ LDF UDF പിന്തുണച്ചാലും BJPയുടെ എതിർപ്പ് അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇന്നലെ നീറ്റുമായി ബന്ധപ്പെട്ട പ്രമേയം വന്നപ്പോഴും BJP എതിർത്തിരുന്നു. അതുപോലെ തന്നെ BJPയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ ഈ FCRA പ്രമേയത്തിലും ഉണ്ടാകും. മറ്റൊന്ന്, സംസ്ഥാനത്തിൻ്റെ ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധിയാണ്. പവർ കട്ട് ഇല്ലെന്ന് പറയുമ്പോഴും 15 മിനിറ്റ് എന്ന് പറയുമ്പോഴും പലപ്പോഴും അരമണിക്കൂറും 3/4 മണിക്കൂറും 1 മണിക്കൂറും ഒക്കെ സംസ്ഥാനത്ത് പലയിടത്തും വൈദ്യുതി കട്ടുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശത്തിലാണ് ലോകത്തിനൊപ്പം കേരളവും. ആ സാഹചര്യത്തിൽ പോലും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണമുണ്ട്. എന്താണ് സംസ്ഥാനത്തെ യഥാർത്ഥ വൈദ്യുത അവസ്ഥ? എത്രത്തോളം വൈദ്യുതി നമുക്ക് മിച്ചമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് കടം വാങ്ങേണ്ടി വരുന്നു, എത്ര നാൾ ഈ പ്രതിസന്ധി തുടരുമെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രമേയം ചട്ടം 300 അനുസരിച്ച് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. ധനവിനിയോഗ ബില്ലുകളും ഇന്ന് സഭ പാസ്സാക്കും. അങ്ങനെ ധനബില്ലും ധനവിനിയോഗ ബില്ലുകളും പാസ്സാക്കി ഇന്ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. വളരെ വലിയൊരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ, മദ്യനികുതി വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിലെ വലിയ തർക്കങ്ങൾ പല വിഷയങ്ങളിലും, ഏറ്റവും ഒടുവിൽ ശേഷാദ്രി നിയമനം, അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായുള്ള നിയമനം പോലും വലിയ വിവാദമായി നിൽക്കെ അത്തരമൊരു സഭാ സമ്മേളനത്തിനാണ് ഇന്ന് അവസാനമാകുന്നത്. ഈ ശേഷാദ്രിയുടെ വിവാദ നിയമനത്തിനുമൊക്കെ മുഖ്യമന്ത്രി മറുപടി ഒരുപക്ഷേ ഇന്ന് ഈ സഭയിൽ ഉണ്ടാകും. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടത്തിയതിൽ ഏതായാലും
വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേരള രാഷ്ട്രീയത്തിൽ. അത് നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യ നികുതി അടക്കമുള്ള വിഷയങ്ങളിലും ഇന്ന് കേരള നിയമസഭ വളരെ ആകാംക്ഷയോടുകൂടി കേരള രാഷ്ട്രീയം കാത്തിരിക്കുന്ന ദിവസമാണെന്ന് ഹരി. യെസ്, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നതാക്കാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ ഇന്ന് നടക്കും. അതോടൊപ്പം തന്നെയാണ് ഈ FCRA നിയമ ഭേദഗതികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുകയാണ്. അതിനുശേഷം സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുമെന്നതാണ് മനസ്സിലാക്കുന്നത്. വി അരുൺ ഒരു വാർത്തയിലും കൂടി വിശദാംശങ്ങൾ നൽകും. അത് കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറുമായ ആർ സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കേസുകളിലെ പ്രൊഡക്ഷൻ വാറന്റിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. വിയൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന സുഗതനെ ഇന്നലെ വൈകിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. കോടതി നടപടികൾക്ക് ശേഷം സുഗതനെ തിരികെ വിയൂരിലേക്ക് കൊണ്ടുപോകും. നഗരസഭാ അംഗമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ സുഗതന്റെ ജാമ്യത്തിന് BJP നേതൃത്വം ശ്രമം തുടരുന്നുണ്ട്. അരുൺ, ഈ സുഗതന്റെ പേരിൽ നമ്മൾ കണ്ടതാണ് നഗരസഭയിൽ ഉൾപ്പെടെയുള്ള BJP UDF കൗൺസിലർമാരുടെ കയ്യാങ്കളികൾ കണ്ടതാണ്. സുഗതന്റെ ജാമ്യത്തിന് വേണ്ടിയിട്ട് കനിഞ്ഞ് ശ്രമിക്കുന്ന BJP-കാരെയും കാണുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും തലസ്ഥാനത്തേക്ക് സുഗതൻ വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഹരി, ഗുണ്ടകളുടെ പ്രത്യേകിച്ച് കാപ്പ കേസ് പ്രതികളുടെ ജയിൽ മാറ്റവും അല്ലെങ്കിൽ ഒരു ജയിലിൽ നിന്ന് മറ്റു ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും കോടതിയിൽ പ്രൊഡക്ഷൻ വാറണ്ട് ഹാജരാക്കുന്നതും അത്ര പുതുമയുള്ള വാർത്തയല്ല. പക്ഷേ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് വന്നത് ഒരു കാപ്പ കേസ് പ്രതിയും ഗുണ്ടയും മാത്രമല്ല, BJP-യുടെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറാണ്. അതിൽ ഏറ്റവും പ്രത്യേകത, ആ കൗൺസിലർ അയോഗ്യനായാൽ BJP-യുടെ തലസ്ഥാന നഗരഭരണം തന്നെ തുലാസിലാകുന്ന അവസ്ഥയുണ്ട്. BJP വളരെ സ്വപ്നം കണ്ട് ലഭിച്ച ഒരു ഭരണമാണ്. വലിയ അവർക്ക് അഭിമാനം നൽകിയ വിജയമാണ്. അത്തരത്തിലൊരു വിജയമുണ്ടാകുമ്പോൾ അവരുടെ ഒരു കൗൺസിലർ കാപ്പ കേസ് പ്രതിയാണ്. അതായത് ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. ഗുണ്ടാ ലിസ്റ്റിൽ നിരവധി തവണ ഉൾപ്പെട്ട് വീണ്ടും കേസ് എടുപ്പെടുമ്പോഴാണ് കാപ്പയെ ചുമത്തി ജയിലിൽ അടയ്ക്കുന്നത്. അങ്ങനെ വിയൂർ ജയിലിൽ അടയ്ക്കപ്പെട്ട പ്രതിയാണ് സുഗതൻ, വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ. അയാളെ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കാനാണ്. ഇന്നലെ ട്രെയിനിൽ വിയൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്ന് 11 മണിയോടുകൂടി നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. 2 കേസുകൾ വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകൾ പ്രൊഡക്ഷൻ വാറണ്ട് നിലനിന്നതുകൊണ്ടാണ് സുഗതയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. അത് ഒന്ന് വെള്ളേക്കടവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അത് കൗൺസിലിന് ശേഷമുള്ള ഒരു സംഘർഷമാണ്. അവിടെ കൊലപാതക ശ്രമ കേസിലാണ് സുഗതനെ അവിടെ പോലീസ് കേസെടുത്തത്. അതിലുൾപ്പെടെയുള്ള കേസുകളിലാണ് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് ഹാജരാക്കി ഇന്ന് സുഗതനെ കൊണ്ടുവരുന്നത്. 11 മണിയോടെ കോടതിയിൽ ഹാജരാക്കും. സുഗതൻ്റെ ഇപ്പോഴത്തെ വരവ് മാത്രമല്ല, സുഗതനെ പുറത്തിറക്കാൻ വലിയ ശ്രമം BJP നടത്തുന്നുണ്ട്. കാരണം 22 ദിവസത്തിനകം BJP-യുടെ 20 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യണം. അതായത് ഭാരതാംബയുടെ പേരിലും പരദേവതകളുടെ പേരിലും ബലിദാനികളുടെ പേരിലും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്ത ചട്ടവിരുദ്ധമായ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 19 പേർ സത്യപ്രതിജ്ഞ ചെയ്തു. സുഗതൻ ജയിലിലാണ്, ഇപ്പോഴും ജയിലിലാണ്. സുഗതനെ ഒരു മാസത്തിനുള്ളിൽ പുറത്തു കൊണ്ട് ഇനി 3 ആഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. അയാളെ പുറത്തു കൊണ്ടുവന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ BJP വലിയ നിയമ വഴികൾ തേടിയിട്ടുണ്ട്. അത് വിജയിക്കുമോ എന്ന് കണ്ടറിയണം. അങ്ങനെ ഇല്ലെങ്കിൽ സ്വാഭാവികമായും 1 മാസം പിന്നിടുമ്പോൾ, ആ കോടതി വിധി വന്ന് 1 മാസം പിന്നിടുമ്പോൾ സുഗതൻ കൗൺസിലർ അല്ലാതായി തീരും. അത് BJP-ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഇപ്പോൾ ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 51 പേരുടെ പിന്തുണയാണ് കൗൺസിലിൽ BJP-ക്ക് ഉള്ളത്. സുഗതൻ ഒഴിഞ്ഞാൽ അത് 50ആയി കുറയും. ആ സ്വതന്ത്രൻ നിലപാട് മാറിയാൽ, കാലുമാറിയാൽ സ്വാഭാവികമായും 49ലേക്ക് എത്തും. അവിടെ LDF-ഉം UDF-ഉം അവസരം കാത്തിരിക്കുകയാണ്. അവിശ്വാസ പ്രമേയ നീക്കം നേരത്തെ UDF നടത്തിയതാണ്. എല്ലാ കാലത്തും അതിനെ LDF എതിർക്കുമെന്ന് കരുതാൻ വയ്യ. LDF-ഉം ഈ BJP ഭരണം മാറണമെന്ന നിലപാടുള്ളവർ തന്നെയാണ്. കാരണം തലസ്ഥാനത്ത് ഒന്നും നടക്കുന്നില്ല, തലസ്ഥാനം ചീഞ്ഞു നാറുന്നു എന്ന രാഷ്ട്രീയ വിമർശനം LDF ഉന്നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ BJP-ക്ക് സുഗതൻ്റെ ജാമ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കേസിലല്ല, കാപ്പ കേസിൽ ജാമ്യവും അയാൾ പുറത്തു വരുന്നതും BJP-ക്ക് ഏറ്റവും നിർണായകമാണ്. അതും വരും ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് കടക്കും. ഏതായാലും സുഗതൻ ഇന്ന് 11 മണിയോടുകൂടി നെടുമങ്ങാട് കോടതിയിൽ ഹാജരാകും. സുഗതൻ ഇന്ന് 11 മണിക്ക് ഹാജരാകുമെന്ന് തന്നെയാണ് വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം മങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട ഒരാടംപാലം വൈലോങ്ങര ബൈപ്പാസ് നിർമ്മാണത്തിന് കൃഷിവകുപ്പിന്റെ നിബന്ധനകൾ തടസ്സമാകുന്നതായി മങ്കട MLA മഞ്ഞളാംകുഴി അലി. കൃഷി ചെയ്യാത്ത ഭൂമിയിലൂടെയാണ് റോഡ് കടന്നു പോകുന്നതെങ്കിലും അവിടെ മേൽപ്പാലം വേണമെന്ന് കൃഷിവകുപ്പിന്റെ നിർബന്ധമാണ് പദ്ധതി വൈകാൻ കാരണമാകുന്നത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കൃഷിവകുപ്പ് മന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നും അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും MLA വ്യക്തമാക്കി. വളരെ നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർ എലിവേറ്റഡ് ഹൈവേ വേണമെന്നൊക്കെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു മീറ്റിംഗ് ഇപ്പോൾ ഈ ആഴ്ച തന്നെ വിളിച്ചു ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈലോങ്ങരയ്ക്ക് ശേഷമുള്ള ഒരു ബൈപ്പാസിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് ഈ മറ്റന്നാൾ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ചൊരു മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഈ സ്ഥല ഉടമകൾക്കൊക്കെ കാശ് കിട്ടി. അപ്പോ നമ്മളെ ഈ ബൈപ്പാസിന്റെ പിന്നെ ഇത് നീളാനുള്ള സാധ്യത ഉണ്ടോ? അല്ല, നീളുന്നില്ല. അത് അവർ പറയുന്നത് എലിവേറ്റഡ് ഹൈവേ വേണമെന്നാണ് കൃഷി വകുപ്പ്. അതില്ല, അത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എലിവേറ്റഡ് ഹൈവേ ഒക്കെ അവിടെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. വെറുതെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കൃഷി വകുപ്പ് പറയാൻ ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ഉണ്ടാക്കി പറയാം. അവിടെ കൃഷിയോട് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഇല്ല, ആ ഭാഗത്തില്ല. തടസ്സം തന്നെയാണ് അവർ പറഞ്ഞ കൃഷി വകുപ്പ്. അവരിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ സ്ഥിരം ശൈലിയാണ്. എല്ലാ പദ്ധതിയും നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ ഒരു ശ്രമം. അപ്പൊ അത് മാറ്റി ഇപ്രാവശ്യം തന്നെ പെട്ടെന്ന് നടത്താനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. CV അനുമോദുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, മഞ്ഞളാംകുഴി അലി പറയുന്നത് പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത് കൃഷി വകുപ്പിനെതിരെ തന്നെ ശക്തമായിട്ട് അദ്ദേഹം പറയുകയാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നതാണല്ലോ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തത്. ആ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരു തലവേദന സൃഷ്ടിക്കുകയാണോ അവിടെ ഈ റോഡുമായി ബന്ധപ്പെട്ട്? ഒരു മീറ്റിംഗിലേക്ക് എപ്പോഴായിരിക്കും സാധ്യത എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? ഹരി, നിയമസഭ ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ ചില ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാനാകുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു കൃഷി ചെയ്യാത്ത ഭൂമി അതിലൂടെ ബൈപ്പാസ് വരണമെങ്കിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന നിബന്ധന വലിയ ചെലവ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയിരിക്കെ അത്തരത്തിലുള്ള നിബന്ധനകളിൽ നിന്ന് കൃഷി വകുപ്പ് പിന്മാറണമെന്നാണ് മഞ്ഞളാംകുഴി അലി ആവശ്യപ്പെടുന്നത്. പ്രധാനമായിട്ടും ഈ കാര്യത്തിൽ കൃഷി വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് പദ്ധതി യാഥാർത്ഥ്യമാവുക. കൃഷി വകുപ്പ് മന്ത്രിയുമായി കണ്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാരണം ഇപ്പോഴത്തെ ഈ കൃഷി വകുപ്പിന്റെ ചില ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതാണ് പദ്ധതി വൈകിപ്പിക്കാനുള്ള ഒരു കാരണം. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുറിപ്പിന് കാലങ്ങളായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശമാണ് എലിവേറ്റഡ് ഈ വൈലോങ്ങരയിൽ നിന്ന് ഒരിടമ്പലത്തേക്കുള്ള ഹൈവേ എന്നുള്ളത്. അത് പക്ഷെ ഇപ്പോൾ കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഈ എതിർപ്പ് നീങ്ങിയാൽ അത് പ്രായോഗികമായി നടപ്പാകുമെന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മന്ത്രിയുമായിട്ടും കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമായിട്ടും ചർച്ച നടത്താനുള്ള നടപടിയിലേക്ക് മഞ്ഞളാംകുഴി അലി MLA നീങ്ങുന്നത്. എന്നാണെങ്കിലും കൃഷി വകുപ്പിന്റെ നയങ്ങൾ സർക്കാർ മാറുന്നതനുസരിച്ച് മാറുമോ അതോ ഇതൊരു രാഷ്ട്രീയ പോരാകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ശരി, വ്യക്തമാണ്. CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 4 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. KV ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, ശക്തമായ മഴ തുടർന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ 2 ജില്ലകളിലും അവിടെ എങ്ങനെയാണ് സാഹചര്യം? പ്രത്യേകിച്ച് കണ്ണൂരും കാസർഗോഡും അതിശക്തമായ മഴ തുടരുന്നൊരു പശ്ചാത്തലമുണ്ടോ? സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത 4 ദിവസവും മഴ മുന്നറിയിപ്പുണ്ട്. എന്തൊക്കെ കരുതണം ജനങ്ങൾ? ഹരി, തീർച്ചയായും കണ്ണൂരും അതുപോലെ തന്നെ കാസർഗോഡും ഇന്നലെ ഏകദേശം രാത്രിയോടുകൂടിയാണ് ഈ മഴ, ശക്തമായ മഴ ആരംഭിച്ചത്. ഇപ്പോഴും അതേപോലെ തുടർന്നു. ഏതായാലും ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. അലർട്ടിൽ മാറ്റമുണ്ടായേക്കാം, റെഡ് അലർട്ട് മാറിയേക്കാം. അതുപോലെ തന്നെ ഹരി സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്നലെ മുതൽ തന്നെ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഈ പുഴകളിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഈ കാസർഗോഡ് ബേക്കൽ പുഴയൊക്കെ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയാണ്. വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഏതായാലും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഈ കാലവർഷത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു ഇത്രത്തോളം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒപ്പം മലയോര മേഖലകളിലും കണ്ണൂരിലായാലും കാസർഗോഡിലായാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒപ്പം തീരപ്രദേശങ്ങളിലാണ് വലിയ ആശങ്കയുള്ളത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ പലയിടങ്ങളിലും കടൽഭിത്തി ഇല്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കടലാക്രമണ ഭീഷണി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ കൺട്രോൾ റൂമുകൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ആരെയും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊന്നും മാറ്റിയിട്ടില്ല. ഇത്തരത്തിലുള്ള ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിൽ നിന്നും ബന്ധുക്കളുടെ വീടുകളിലേക്കാണ് മാറിയിട്ടുള്ളത്. ഈ മഴ ഇതേ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ അത് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, ആശങ്കയുണ്ടാക്കും. ഏതായാലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ഭാഗങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പും. ഹരി, ശരി, വ്യക്തമാണ്.
ബൈജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴ ദേശീയപാതയിൽ ചേർത്തല 11-ാം മൈലിന് സമീപം വലിയ ഗർത്തം രൂപപ്പെട്ടു. KSRTC ബസ്സും ഒരു ബൈക്കുകാരനും കടന്നുപോയതിന് പിന്നാലെയാണ് ഈ വലിയ ഗർത്തം രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ശരണ്യ സ്നേഹിതനുണ്ട് വിശദാംശങ്ങളുമായി. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഈ പ്രത്യേകിച്ച് ഈ ദേശീയപാതയിൽ ഉണ്ടാകുന്ന ഗർത്തത്തെക്കുറിച്ചും ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയൊക്കെ നേരത്തെ ചോദ്യം ചെയ്തതാണ്. അതിലേക്ക് തന്നെയാണോ നീങ്ങുന്നത്? അന്വേഷണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രണ്ടാമത്തെ സംഭവമാണിത്. നേരത്തെ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ആലപ്പുഴ ബീച്ചിന് സമീപമുള്ള ഗർഡറുകൾ തകർന്നു വീണിരുന്നു. അതേ തുടർന്ന് തലനാരിഴയ്ക്കാണ്, അതായത് അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് മാത്രമാണ് അന്നൊരു അപകടം ഇല്ലാതെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ ഇപ്പോൾ അടുത്തതായി ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴ ചേർത്തല ഭാഗത്താണ്. അതായത് ചേർത്തല ഭാഗത്ത് എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗത്താണ് സെന്റ് മൈക്കിൾസ് കോളേജിന് സമീപം ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു ഗർത്തം റോഡിൽ രൂപപ്പെട്ടത്. അത് തന്നെ വാഹനങ്ങൾക്ക് ഓടുന്നതിനായി തുറന്നു കൊടുത്തിരുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ ഗർത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് ആദ്യം ഒരു ചെറിയ കുഴിയായി രൂപപ്പെടുകയും പിന്നീട് അത് വലിയ ആഴത്തിലുള്ള ഭാഗമായി മാറുകയും ചെയ്തിരുന്നു. വൈകിട്ടോടുകൂടി ഈ സംഭവം ആ സമയത്തൊക്കെ തന്നെയും വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോയിരുന്നു എന്നുള്ളതാണ്. നാട്ടുകാർ പിന്നീട് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് മാറ്റുന്ന ഒരു സാഹചര്യത്തിലൊക്കെ എത്തിയിട്ടുള്ളത്. വലിയൊരു കുഴി, അതായത് ആദ്യം തുടക്കത്തിലൊരു മണ്ണ് താഴത്തേക്ക് ഇരിക്കുകയും ആ റോഡിന്റെ ഭാഗം പൂർണ്ണമായി താഴത്തോട്ട് പിന്നീട് പോവുകയും ചെയ്തു. ആദ്യം ചെറിയൊരു ഗർത്തമായി രൂപപ്പെട്ടത് പിന്നീട് ഒരു കാർ പോലും കടന്നുപോയാൽ അതിനകത്തേക്ക് അപകടപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ ഗർത്തമായി മാറി എന്നുള്ളതാണ്. ഇതോടുകൂടി ആളുകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. DYFI അടക്കമുള്ള സംഘടനകൾ, രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ ഈ സ്ഥലത്തേക്ക് എത്തുകയും വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ഇവിടെ നിന്ന് പിന്നീട് ദേശീയപാത അധികൃതർ എത്തി JCB ഉപയോഗിച്ച് അകത്തെ ഭാഗത്തിന്റെ ഗർത്തത്തിന്റെ ഒരു ഡെപ്ത് പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഇത് ഇത്രയധികം ആഴമുള്ള ഒന്നാണ് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്തുണ്ടായിരുന്ന, അതായത് ഫില്ല് ചെയ്ത മണ്ണുൾപ്പെടെ അവിടെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ മണ്ണിട്ട് മൂടുന്നതിന് വേണ്ടിയുള്ള ആ ഭാഗം, താഴത്തേക്ക് പോയ ഭാഗം മൂടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന്, നിർമ്മാണ കമ്പനികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതോടുകൂടി ആളുകൾ അതിനെ പ്രതിഷേധിച്ചു, അത് തടഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല, മറിച്ച് എന്തുകൊണ്ട് ഈ മണ്ണുൾപ്പെടെയുള്ള ഭാഗം എങ്ങോട്ട് പോയി എന്നുള്ള ഒരു കണ്ടെത്തൽ വേണം, ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രതിഷേധക്കാർ പറഞ്ഞതോടെയാണ് ആ മണ്ണിട്ട് മൂടുന്ന ഒരു പ്രോസസ്സ് തടഞ്ഞത്. ആ വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടു. തുടർന്ന് ഇതിനകത്ത് കൃത്യമായ ഒരു പരിശോധന ഇന്നിപ്പോൾ വിദഗ്ധരടക്കമുള്ള ആളുകൾ എത്തി പരിശോധന നടത്തണം എന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും കായലിൽ നിന്നൊക്കെ എടുത്ത മണ്ണാണ് കരാറുകാർ പലരും ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ എലിവേറ്റഡ് ഭാഗങ്ങളിൽ ഫില്ല് ചെയ്ത് പോകുന്നത്. അത് പൂഴിയുടെ അത്രയും ഉറപ്പുണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. കാരണം പലയിടങ്ങളിലും നിർമ്മാണം അശാസ്ത്രീയമാണ് എന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പലയിടത്തും അത്തരത്തിൽ ഈ ലോക്കുകൾ, അതായത് നമുക്കറിയാം പലയിടങ്ങളിലും അപകടമടക്കം ഈ ഭാഗങ്ങൾ ഇടിഞ്ഞ് കൊല്ലത്തുൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഈ മണ്ണ്, കായലിലെ മണ്ണ് എടുത്ത് ഫില്ല് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത് ഉറച്ചു നിൽക്കില്ല എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഉത്തരേന്ത്യയിലെ പോലെ കട്ടിയുള്ള പൂഴി ഉപയോഗിച്ചുള്ള നിർമ്മാണമല്ല, മറിച്ച് കായലിടങ്ങളിലെ മണ്ണാണ് ഇവിടെ ഫില്ല് ചെയ്യാനായി ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതും അത് ഈ രീതിയിൽ ശാസ്ത്രീയമായി മുന്നോട്ട് പോകുന്ന അപകടകരമല്ലാത്ത സാഹചര്യമാണോ എന്നൊക്കെ ഇനി ഉറപ്പുവരുത്തേണ്ട ഒരു അവസ്ഥ കൂടിയാണ് ഈ അപകടം ഉണ്ടാക്കുന്നത്. ഭാഗ്യത്തിനാണ് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ ഇത്തരത്തിൽ ഒരു വലിയ ഗർത്തത്തിനകത്തേക്ക് മറ്റു വാഹനങ്ങൾ പോകാതിരുന്നത് എന്നുള്ളതാണ്. വൈകിട്ടോടുകൂടി വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ ദേശീയപാത വിഭാഗത്തിലെ വിദഗ്ധർ വന്ന് പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും തുടർ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ശരി, വ്യക്തമാണ്. അവിടെ രൂപപ്പെട്ട ഗർത്തം തന്നെ പ്രേക്ഷകർക്ക് കാണാം. ഭാഗ്യം കൊണ്ടാണ് 2 വണ്ടികൾ പോയതിന് പിന്നാലെയാണ് ഈ ഗർത്തം രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇത് 2ാമത്തെ വട്ടമാണ് ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടാകുന്നത്. ശരണ്യ സ്നേഹിതനാണ് വിശദാംശങ്ങൾ നൽകിയത്. ശരണ്യ മറ്റൊരു വാർത്തയിലും കൂടെ വിശദാംശങ്ങൾ നൽകും. അത് ആലപ്പുഴയിലെ വിവാദ കാർണിവൽ നടത്തിപ്പിൽ കരാർ ലൈസൻസി മറച്ചുവിറ്റതായുള്ള രേഖകൾ ന്യൂസ് 18. 1 കോടി രൂപയ്ക്കാണ് കരാറ് എറണാകുളം സ്വദേശി ഫയാസ് റഹ്മാൻ എന്നയാൾക്ക് മറച്ചുവിറ്റത്. സിയാൻ കമ്പനി ഉടമ ഷിഫാനയുടെ പേരിലാണ് വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് അനുമതി
നേടിയെടുത്തിട്ടുള്ളത്. ആലപ്പുഴ സ്വദേശി സുനിലാണ് പോർട്ട് ഓഫീസിൽ കെട്ടിവയ്ക്കാനുള്ള തുക ഷഹാനയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയത്. വിവാദ കാർണിവലിന് അനുമതി നേടി കൊടുക്കാൻ സുനിലിന് ആലപ്പുഴ നഗരസഭയിലെ കൗൺസിലർമാരുടെ സഹായവും ലഭിച്ചിരുന്നു. ശരണ്യ, ഇത് കരാർ മറച്ചു വയ്ക്കുക, മറ്റൊരാൾ പണമിടപാട് നടത്തുക, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആലപ്പുഴ ബീച്ചിൽ നടന്ന വിവാദ കാർണിവലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതായത് ഈ കരാറിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിയിരുന്നത് ലൈസൻസിയായി എത്തിയ ആൾ ഷിഫാന എന്ന പാലക്കാട് സ്വദേശിയാണ്. ഇവരാണോ ഇതിന്റെ യഥാർത്ഥ ഉടമകൾ എന്നുള്ളത് ആണ് നേരത്തെ തന്നെ വിവാദമായി നിന്നിരുന്നത്. മാത്രമല്ല ആലപ്പുഴ നഗരസഭ കേന്ദ്രീകരിച്ചുള്ള ചില കൗൺസിലർമാർക്കും ഇതിനകത്ത് പങ്കുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരടക്കം കൂട്ടുനിന്നാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ, അതായത് നമുക്കറിയാം വെറുമൊരു കാർണിവൽ അല്ല നടന്നത്. കാർണിവലിന് ശേഷം ഗുരുതര പാരിസ്ഥിതിക മലിനീകരണം നടന്നു. CRZ മേഖലയിലായിരുന്നു ഇത്തരത്തിൽ അനധികൃതമായ നിർമ്മാണം, 90 അടിയോളം പൊക്കമുള്ള അനധികൃതമായ നിർമ്മാണം ഒരുക്കിയിരുന്നത്. അതോടൊപ്പം തന്നെ CRZ മേഖലയിൽ ഈ ഭൂഗർഭ ജല അതോറിറ്റിയുടെ നിയമങ്ങൾ മറികടന്നുകൊണ്ട് അവിടെ കുഴൽക്കിണർ കുഴിച്ചു. അതോടൊപ്പം ആ പ്രദേശങ്ങളിലാകെ കുഴിക്കക്കൂസുകൾ നിരത്തി, അതായത് ബീച്ചിൽ വന്ന് കുട്ടികൾ ഉൾപ്പെടെ ചെലവഴിക്കുന്ന മണ്ണിൽ കുഴിക്കക്കൂസുകൾ നിരത്തി ആണ് ഈ ഒരു കാർണിവൽ 2 മാസക്കാലം ആലപ്പുഴ ബീച്ചിൽ മുന്നോട്ട് പോയത്. ഇതിനിടയിൽ മറ്റ് ആരോഗ്യ വകുപ്പിന്റെ അടക്കമുള്ള മറ്റു പരിശോധനകൾ ഇതിനകത്ത് ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ഈ കാർണിവൽ നടത്തിപ്പുകാരൻ എന്ന് പറയുന്നത് സിയാൻ എന്ന കമ്പനിയും പാലക്കാട് സ്വദേശിയുമാണ് എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ഒരു ധാരണ. ആ ധാരണപ്പുറത്താണ് ഇതുവരെ അന്വേഷണ സംഘങ്ങൾ, അതായത് നഗരസഭ ഈ വിഷയത്തിനകത്ത് വിശദീകരണം തേടിയിട്ടുണ്ട്, ഫൈൻ അടപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ പോർട്ടും ഇതിനകത്ത് തുക, അതായത് 30 ലക്ഷത്തോളം രൂപ പോർട്ടിന് കെട്ടിവെച്ചിട്ടുണ്ട്. ഈ തുകയടക്കം പാലക്കാട് സ്വദേശിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ കരാർ പ്രകാരം ഉള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിയാൻ കമ്പനി ഉടമ ഷഫാനയുടേത് മാത്രമല്ല, അതായത് അവരുടെ ലൈസൻസ് ആലപ്പുഴയിൽ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറിച്ച് ഇതിന്റെ മറ്റു ഇടപാടുകൾ മുഴുവൻ ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ എറണാകുളം സ്വദേശിയായ ഒരു വ്യക്തിയുടെയും പേരിലാണ് അവരായിരുന്നു നടത്തിപ്പ് കരാറിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതിൽ എറണാകുളം സ്വദേശിയായ ഫയാസ് റഹ്മാൻ എന്ന വ്യക്തിയാണ്, അദ്ദേഹമാണ് ഈ കരാറിൽ ഈ സിയാൻ കമ്പനിയുമായി ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വിവരം. അതായത് മറ്റു ചില വ്യക്തികളുടെ പേരുകൾ കൂടി ഇതിൽ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പാലക്കാട് സ്വദേശികൾക്കാണ് ഈ ഇത്തരത്തിലുള്ള കാർണിവൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ഈ വണ്ടർഫാൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയുള്ള പരിചയമുള്ളത്. എന്നാൽ ആലപ്പുഴക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അതിനുശേഷമുണ്ടായ ഗുരുതര പാരിസ്ഥിതിക മലിനീകരണത്തിനും അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടതുപോലെ തന്നെ ചെറിയ കുട്ടിക്കടക്കം തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ആ വെള്ളത്തിൽ കുളിച്ച കുട്ടിക്ക് ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള ഗൗരവകരമായ സംഭവത്തിലേക്ക് നയിച്ചത് ഈ കാർണിവൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പരിചയവുമില്ലാത്ത ആളുകൾ 1 കോടി രൂപയ്ക്ക് ഈ പാലക്കാട് സ്വദേശികളിൽ നിന്ന് കരാർ വാങ്ങി മറിച്ചു വിറ്റു എന്നുള്ള ഒരു യാഥാർത്ഥ്യം പുറത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ നടത്തിയ ഈ കരാറിനകത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെ ഈ കാർണിവൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഭൂമിയും അതോടൊപ്പം തന്നെ കാർണിവൽ നടത്തിപ്പും മറ്റ് 2 മാസക്കാലമായുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ എറണാകുളം സ്വദേശി കരാറിലൊപ്പിട്ട രണ്ടാം കരാറുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് ശരണ്യ പുറത്തുവിടുന്നത്. രേഖകൾ ന്യൂസ് 18 ആണ് ലഭിച്ചത്. കരാർ മറച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ്, അതും 1 കോടി രൂപയ്ക്ക് ശരണ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാർ KSRTCയിൽ നടപ്പാക്കിയ പ്രിയദർശിനി സർവീസിന്റെ ചുവടുപിടിച്ച് ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പു നൽകി കൊച്ചി കോർപ്പറേഷൻ. കൗൺസിൽ ഏകകണ്ഠമായി ഇതിനുള്ള പ്രമേയം പാസാക്കി. സാധാരണക്കാരായ ഒട്ടേറെ വനിതകൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയാണിതെന്ന് മേയർ VK മിനിമോൾ പറഞ്ഞു. വൈപ്പിൻകരയും ഫോർട്ട് കൊച്ചിയും ബന്ധിപ്പിക്കുന്ന ജലഗതാഗതമാണ് റോറോ. UDF സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായി ഇന്ന് KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നു. പ്രിയദർശിനി ബസ് ആ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനും അതേ മാതൃകയിൽ നീങ്ങുന്നു എന്നതാണ്. കൊച്ചി കോർപ്പറേഷനിലെ റോറോ സർവീസ് നമ്മൾ കാണുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്കുള്ള റോറോ സർവീസുകളാണ്. റോറോ സർവീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചിയെ വളരെ ഫോർട്ട് കൊച്ചിയായിട്ട് വൈപ്പിൻ മേഖലയുമായിട്ട് കണക്ട് ചെയ്യുന്ന വലിയൊരു ഇടമാണ്. അവിടങ്ങളിൽ സ്ത്രീകൾക്ക് ഈ റോറോ
സർവീസുകൾ യാത്ര ചെയ്യുന്നവർക്ക് സൗജന്യമാക്കുകയാണ് അടുത്ത ദിവസം മുതൽ. അതിപ്പോൾ 2 റോറോ സർവീസുകളാണുള്ളത്. ഇനി അത് 3ലേക്ക് എത്തുന്നു എന്നതാണ്. 3ാമത്തെ റോറോ സർവീസ് വൈകാതെ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് മേയർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കുള്ള അതിലുള്ള സൗജന്യ യാത്രയും മേയർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേയർ വിക്കി മിനിമോൾ പറയുന്നത് ഇനി അതൊരു വലിയ നിർണായകമായിരിക്കും കൊച്ചിയിൽ സ്ത്രീകൾക്കുള്ള ഒരു യാത്രാ പദ്ധതി എന്നാണ് അവർ അത് വിശേഷിപ്പിക്കുന്നത്. ഒരു ഗവൺമെൻറ് നയം എന്ന് പറയുന്നത് അത് എല്ലാവരും അത് ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിൽ ഇന്നലെ പ്രമേയം പാസ്സാക്കിയത്. ഞങ്ങൾ അതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേരെന്ന് പറയുന്നത് ഇന്ദിരാ യാത്ര എന്നാണ്. അപ്പോൾ ഇന്ദിരാ ക്യാൻറ്റീൻ പോലെ ജനങ്ങളെ ഏറ്റെടുത്തൊരു പ്രൊജക്റ്റ്. അതേപോലെ തന്നെ നമ്മൾ ഇന്ദിരാ യാത്രയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗജന്യ യാത്ര നമ്മൾ അനൗൺസ് ചെയ്യുകയാണ്. 3ാമത്തെ റോറോ നീറ്റിലിറക്കി അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളാണ്. അന്ന് മുതൽ ഈ യാത്ര കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ കൗൺസിൽ നടത്തുന്നത്. എന്തായാലും കൊച്ചിക്കാർക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയാണത്. കാരണം ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് ബസ്സിൽ KSRTC ബസ്സിൽ എന്ന പോലെ തന്നെ ഈ രീതിയിലും സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ കഴിയും എന്നതാണ് വിശേഷിപ്പിക്കുന്നത്. അതേസമയം അതിൽ സ്കൂട്ടറിൽ വാഹനങ്ങളുമായി വരുന്ന സ്ത്രീകൾക്ക് അതിൽ ടിക്കറ്റ് എടുക്കണം, അല്ലാത്തവർക്ക് സൗജന്യമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നു. ഇത് കാത്തു നിൽക്കുകയാണോ? റോറോ കാത്തു നിൽക്കുകയാണോ? ഇനിയിപ്പോ KSRTC ബസ് പോലെ തന്നെ ഇതിലും എളുപ്പമാകുന്നു എന്ന് പറയുന്നു. സന്തോഷമാണ്. വേറെ ഒന്നും എനിക്കറിയാമല്ലോ. ഇത് ജങ്കർ നോക്കിക്കാണോ റോറോ? ഇനിയിപ്പോ KSRTC ബസ്സിൽ എന്ന പോലെ തന്നെ ഇതിലും സൗജന്യ യാത്രയാണ് പറയുന്നത്. നല്ല തീരുമാനമാണ്. എവിടേക്കാ പോകാൻ നിൽക്കുന്നേ? പൈപ്പിലേക്ക് അല്ലേ? സ്ഥിരം പോകുന്നതാണ് ഇത് വഴി? ഇല്ല, മോക്കടെ വീട്ടിൽ പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴൊക്കെ ഒരു നല്ല കാര്യമാണെന്നുള്ളത്. അതന്നെ. അതേതായാലും ഓടി അതിനകത്തോട്ട് കയറാമല്ലോ. പൈസ ഇല്ലെങ്കിലും പെട്ടെന്ന് ഓടി കയറാം. 3 രൂപ മതി. എന്നാലും അത് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? സന്തോഷം. എന്നാലും 3 രൂപയാണ് ഇതിനപ്പുറത്തേക്ക് കടന്നു പോകുന്നതിനെല്ലാം തന്നെ യാത്രാക്കൂലിയായിട്ടുള്ളത്. അതാണ് ഒഴിവാക്കി കൊടുക്കുന്നത്. ഏതായാലും അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നതാണ് എല്ലാവരും പറയുന്നത്. ഇതിനിടയിൽ ഈ യാത്രാ സർവീസ്, അതായത് ഈ റോറോ സർവീസ് കേരള ഇൻലാൻഡ് നാവിഗേഷന് ചുമതലയിലുള്ളതാണ്. അവർ പറയുന്നത് ഒരു നഷ്ടത്തിലാണ് എന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ യാത്ര കൂടി ഇളവ് അനുവദിക്കുമ്പോൾ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകുമെന്ന വിമർശനങ്ങളുണ്ടായിരുന്നു. എന്നാൽ മേയർ VK മിനിമോൾ പറയുന്നത് ഇപ്പോൾ അത് ലാഭത്തിലേക്ക് വരുന്നു എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. എന്തായാലും വരും ദിവസം മുതൽ 3ാമത്തെ റോറോ വരുന്നത് മുതൽ സ്ത്രീകൾക്ക് ഇതിലേക്ക് കടന്നു പോകുന്നതിന് KSRTC ബസ്സിൽ പ്രഖ്യാപിച്ചിരുന്ന പോലൊരു പദ്ധതി തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി. അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുത്തേക്കും. വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിലാണ് നടപടി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ടിനി ടോമിനെതിരെ നടപടിയെടുക്കാമെന്നുള്ള കോടതിയുടെ പരാമർശം വരുന്നത്. അതായത് ആദ്യം കടവന്ത്ര പോലീസ് കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കേസാണ്. പിന്നീട് അൻസിബ കോടതിയിലേക്ക് പോയിട്ട് കേസെടുക്കാം എന്ന് കോടതിയുടെ വിധി വരികയായിരുന്നു. എന്തായാലും കോടതിയുടെ നിർദ്ദേശം വരികയായിരുന്നു. ആജ്ഞയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ ദിവസമാണ് കോടതിയുടെ നിർദ്ദേശം വരുന്നത്. കടവന്ത്ര പോലീസ് കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കേസ് ഇന്ന് എടുക്കുമോ? ടിനി ടോമിനെ വിളിച്ച് ചോദ്യം ചെയ്യിപ്പിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ ഉണ്ടാവും. നേരത്തെ ഉണ്ടായിരുന്നതാണ്. എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? ഹരികൃഷ്ണൻ, നമുക്കറിയാം നേരത്തെ കടവന്ത്ര പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ കേസെടുക്കാതെ, അതായത് ആ കേസെടുക്കാനുള്ള സാഹചര്യം ഇല്ല എന്നാണ്, അത്തരം തെളിവുകൾ അടക്കം പരാതിക്കാരിക്ക് തെളിവുകൾ അടക്കം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് SHO, അതായത് കടവന്ത്ര SHO കോടതിക്ക് നൽകിയ റിപ്പോർട്ട്. അതാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SHOയ്ക്കും ടിനി ടോമിനുമെതിരെ കഴിഞ്ഞ ദിവസം അൻസിബ ഹസൻ എറണാകുളം കോടതിയെ സമീപിച്ചത്. എന്തായാലും കോടതിയുടെ ഉത്തരവനുസരിച്ച് ടിനി ടോമിനെതിരെ പ്രത്യേകിച്ച് വർഗീയ പരാമർശവും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശവും നടത്തിയതുകൊണ്ട് ടിനി ടോമിനെതിരെ കേസെടുക്കാൻ തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. അതാണ് ആ നിർദ്ദേശം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ കേസെടുത്തേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമുക്കറിയാം അൻസിബ ഹസൻ ടിനി ടോമിനെതിരെ അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ച് തനിക്കെതിരെ വർഗീയ പരാമർശം നടത്തി, താൻ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് പരത്തി, അതുപോലെ പല അവിഹിത കഥകളും അൻസിബ ഹസന്റെ പേര് ചേർത്ത് പറഞ്ഞു പരത്തി, അത്തരം
കാര്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകാതിരിക്കുകയും തുടർന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ച് പുറത്തു വരുമ്പോഴും അത്തരത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാരവാഹിത്വമുള്ള ആളുകൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അൻസിബയ്ക്കെതിരെ പല പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കണം ഒരു പക്ഷേ അൻസിബ കോടതിയിലേക്ക് നീതി തേടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ നേരത്തെ ഈ പരാതി നൽകിയത് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലായിരുന്നു. പിന്നീട് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന നിലയിലാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്നതും കടവന്ത്ര പോലീസാണ് ഈ കേസ് അന്വേഷിച്ചതും. അതിനുശേഷം ടിനി ടോം അതുപോലെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ തുടങ്ങിയ ആളുകളെയൊക്കെ വിളിച്ചിട്ടും അവരുടെ ശ്വേതാ മേനോന്റെ നീനക്കുറിപ്പിന്റെയൊക്കെ വീട്ടിൽ പോയി മൊഴിയെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം മൊഴിയെടുപ്പിന് ശേഷമാണ് ഈ അൻസിബയുടെ പരാതിയിൽ കഴമ്പില്ല, അല്ലെങ്കിൽ ആ പരാതി തെളിയിക്കാൻ, ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഉതകുന്ന തരത്തിലുള്ള കാരണങ്ങൾ നിരത്താൻ പരാതിക്കാരിക്ക് കഴിഞ്ഞില്ല തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കേസ് എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് SHO കോടതിയെ ബോധ്യപ്പെടുത്തുന്നത്. അതിനെതിരെയാണ് അൻസിബ കോടതിയിലെത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസം കോടതി ഇതുമായി ബന്ധപ്പെട്ട് ടിനി ടോമിനെതിരെ കേസ് എടുക്കണം എന്ന് തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ കടവന്ത്ര പോലീസ് ടിനി ടോമിനെതിരെ കേസ് എടുക്കാനും ടിനി ടോമിനെ വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹരി, കടവന്ത്ര പോലീസ് ഇന്ന് കേസെടുക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ടിനി ടോമിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ഇന്ന് തന്നെ നീങ്ങിയേക്കാം. അതിലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് തന്നെ സംഭവിച്ചാൽ. ആജ്ഞയാണ് വിശദാംശങ്ങൾ നൽകിയത്. നെഞ്ചിൽ കുത്തിക്കേറിയ ചൂണ്ടയുമായി മരണത്തോട് പൊരുതിയ യുവാവിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പുതുജീവൻ. മാള സ്വദേശിയായ 27-കാരൻ്റെ നെഞ്ചിൽ തറച്ചുപോയ വലിയ ഫിഷിംഗ് ഹാർപൂൺ 2 മണിക്കൂർ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു. 6 ലക്ഷം ആവശ്യപ്പെട്ടും ജീവന് ഉറപ്പില്ലെന്ന് പറഞ്ഞും സ്വകാര്യ ആശുപത്രികൾ കൈയൊഴിഞ്ഞപ്പോഴാണ് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാരുണ്യത്തിൻ്റെ തണലൊരുക്കിയത്. വർക്കല ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ കാണാനില്ലെന്ന് പരാതി. ചെറുന്നൂർ മേക്കോണം അനിതാവിലാസത്തിൽ അക്ഷയ്, മേൽവെട്ടൂർ പുല്ലുകുഴിയിൽ വൈഷ്ണവ് എന്നിവരെയാണ് കാണാതായത്. വീട്ടിൽ നിന്ന് രാവിലെ സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിയിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. രക്ഷിതാക്കൾ വർക്കല പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോതമംഗലത്ത് അതിശക്തമായ മഴയിൽ കോതമംഗലം കോട്ടപ്പടിയിൽ വീട് തകർന്നു. വടാശ്ശേരി സ്വദേശി മാത്തുക്കുട്ടിയുടെ വീടാണ് തകർന്നത്. ഈ സമയത്ത് മാത്തുക്കുട്ടിയും ഭാര്യയും മകനും വീട്ടിലുണ്ടായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും ഭിത്തി ഭാഗികമായും തകർന്നു. ഇവരെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്ന് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് അറിയിച്ചു. പശ്ചിമേഷ്യൻ സമാധാന ചർച്ച അനിശ്ചിതത്വത്തിൽ. US ഇറാൻ പ്രതിനിധികൾ ഖത്തറിലെത്തിയെങ്കിലും കൂടിക്കാഴ്ച നടത്തിയില്ല. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കിയാലേ അന്തിമ ചർച്ചകൾ നടക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ MB ഖാലിബാഫ് പറഞ്ഞു. ഇതിനിടെ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിൻ്റെ ഷെഡ്യൂള് പുറത്തു വന്നു. ഇറാന് പുറമെ ഇറാഖിൽ വെച്ചും ചടങ്ങുകൾ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പാവിത്ര മാർഗരറ്റയും പങ്കെടുക്കുമെന്നാണ് വിവരം. അജയ് സുധാ ബിജു ഉണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഈ ഒരു ധാരണയിലേക്ക് എത്തുന്നില്ല, വീണ്ടും ഇത് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണോ? ഇതിപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഈ സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലേക്കാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുൾപ്പെടെയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഖമനയുമായി ബന്ധപ്പെട്ട് ഖമനയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കുറച്ചധികം നാളുകളായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഷെഡ്യൂൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ള കാര്യം ആയത്തുള്ള അലി ഖമനയുടെ മകൻ മുജ്തബ ഖമനയി പൊതുവേദിയിൽ എത്തുമോ, അദ്ദേഹം ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായത് കാരണമാണ് ഈ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചത് എന്നുള്ള മറ്റൊരു അഭ്യൂഹം കൂടിയുണ്ട്. പിന്നെ US നിന്നുള്ള ആക്രമണ ഭീഷണി മറ്റൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പൊതുവേദിയിൽ എത്തുമോ എന്നുള്ള സംശയങ്ങളുണ്ട്. ഈ വരുന്ന ജൂലൈ 4-ാം തീയതി മുതലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇറാന് പുറമെ ഇറാഖിൽ വെച്ചും സംസ്കാര ചടങ്ങുകൾ നടക്കും. ആയത്തുള്ള അലി ഖമനയുടെ സ്വന്തം ജന്മനാടായിട്ടുള്ള മഷാദിൽ വെച്ചായിരിക്കും അന്തിമ സംസ്കാര ചടങ്ങുകൾ ജൂലൈ 9-ാം തീയതി നടക്കുക. അതിനു മുൻപേ ജൂലൈ 3-ാം തീയതി വിദേശ മന്ത്രിമാർക്കും അതുപോലെ തന്നെ ഇറാനിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഒരു ട്രിബ്യൂട്ട് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇന്ത്യൻ പ്രതിനിധികൾ പങ്കെടുക്കുക. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബീഹാറിൻ്റെ ഗവർണറായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസൈനും അതുപോലെ തന്നെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള പവിത്ര മാർഗരറ്റയുമായിരിക്കും
പങ്കെടുക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിരുന്നു ക്ഷണം. പക്ഷേ അദ്ദേഹം ഈ വരുന്ന ജൂലൈ 6-ാം തീയതി ഒരു വിദേശ സന്ദർശനത്തിന് പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ മറ്റ് പല കേന്ദ്രമന്ത്രിമാരെയും പരിഗണിച്ചിരുന്നു. പക്ഷേ ഈ ഗൾഫ് നാടുകളുടെ ഒരു എതിർപ്പ് ഇന്ത്യക്ക് ഉണ്ടാകുമോ എന്നുള്ള ഭയം കാരണമാണ് അത്തരം ഓപ്ഷൻസ് ഒക്കെ മാറ്റിവെച്ച് ഇപ്പോൾ ഈ രണ്ടുപേരെ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റ് ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ഇപ്പോൾ നിലവിൽ ഖത്തറിൽ തുടരുകയാണ്. ഇന്നലെ 2 രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ദോഹയിൽ എത്തിയിരുന്നു. പക്ഷേ നേരിട്ടുള്ള കൂടിക്കാഴ്ചകളൊന്നും നടത്തിയിട്ടില്ല. അമേരിക്കയുടെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഖത്തറിന്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ ഇറാൻ പറയുന്നത് ധാരണാപത്രത്തിലെ ചില പ്രധാന വ്യവസ്ഥകൾ, ഏറ്റവും കുറഞ്ഞത് 5 വ്യവസ്ഥകളെങ്കിലും നടപ്പിലാക്കിയാൽ മാത്രമേ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇതിനെ പറയുന്നത് ഇതൊരു പേർഷ്യൻ തന്ത്രമാണെന്നാണ്. അതുകൊണ്ട് അല്ലാതെ ഈ നേരിട്ടുള്ള ചർച്ചകളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെങ്കിലും ടെക്നിക്കലായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും JD വാൻസ് പറഞ്ഞു. യെസ്, വ്യക്തമാണ്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോളുമായി എൽദോ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.